പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ് ചെയ്യാത്തവരെ, വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോയവരെ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവർ, പെൻഡിങ് ആയിരിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവർ, മക്കളില്ലാത്തവർ, മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ
എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള കുഴപ്പങ്ങളുണ്ടെന്ന് വേദനിച്ചിരിക്കുന്നവരെ അവരെല്ലാം അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നാമത്തെ ആശ്രയിക്കുന്നു. ഭവനരഹിതര്, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വെള്ളമില്ലാത്തവർ, ഒത്തിരിയേറെ കുഴൽക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തൊരു, ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല, അവിടെ ജീവിക്കാൻ പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. വീട് പണി തുടങ്ങാൻ പോകുന്നവർ, വീട് പൂർത്തിയാക്കാൻ പോകുന്നവർ, വീട് പരവാസ്ഥലി ആചരിക്കാൻ പോകുന്നവർ, അതിന് സാമ്പത്തിക കടങ്ങളുള്ളവർ, ലോൺ പാസ്സാകാത്തവർ, ലോൺ പ്രോസസ്സിലിരിക്കുന്നവർ, സിവിൽ നോട്ട് കുറവുള്ളവർ, പോയിൻ്റ് കുറവുള്ളവർ, ആ മേഖലകളിലെല്ലാം കർത്താവ് അവിടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ വിഷയം ദൈവ തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മക്കളെല്ലാം മനസ്സിൽ ഓർക്കുന്ന ഈ സമയത്ത് ഞാൻ അതിനെക്കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭൂതം, വർത്തമാനം, ഭാവി, ഈ വിഷയങ്ങളിലുള്ള ദൈവത്തിൻ്റെ നിരീക്ഷണം, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമീകരണം, അത് ആധ്യാത്മിക ജീവിതത്തിലുണ്ടാകുന്ന ഔന്നത്യം ഈ ദിവസം ചർച്ചയാക്കിയത്. ഇന്ന് അതിനോടനുബന്ധിച്ച് മറ്റൊരു വചനമാണ് നമ്മൾ ചർച്ചയാക്കുന്നത്. ഹെബ്രായർ 4:13. അവന്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. ഒരു വിഷയം, ദൈവം നമ്മുടെ ഭാവിയെ വർത്തമാനം പോലെ കാണുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ചിറക്ക് സാവധാനത്തിലാകാൻ കാരണം. ചില പറയത്തില്ലേ, അച്ഛൻ പറഞ്ഞില്ല ഉടമ്പടി ഉടനടി പരിഹാരമെന്ന്, പക്ഷേ അത്രയും വലിയ മാറ്റം ഉണ്ടായില്ല എന്ന് പറയും. അപ്പോൾ അനേകം മക്കൾക്ക് കൃപാസനം പത്രത്തിലുള്ള ഫ്രണ്ട് പേജും സെക്കൻഡ് പേജും ഉള്ള എല്ലാം ഉടമ്പടി ഉടനടി പരിഹാരമുള്ളത് തന്നെയാണ്. അപ്പോൾ എന്നാലും കുറേ ആൾക്കാർക്ക് ഉടമ്പടിയിൽ ലാഗ് ചെയ്യുന്നുണ്ട്. അതൊരു കാരണം, നിങ്ങൾ ഈ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി കുറച്ച് കുമ്പസാരവും ദാനപ്രവർത്തനവും ഒക്കെ ആയിട്ട് ജീവിച്ച് ആ ഒരു ടൈം എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് പോകും. പക്ഷെ നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ ആരാണെന്നുള്ള ദൈവത്തിന് അറിയാം. അതാണ് ഒറ്റ പ്രശ്നം, വലിയൊരു പ്രശ്നമാണത്. കാരണം അടുത്ത കൊല്ലം ഈ കാലങ്ങളിൽ നിങ്ങൾ ഇന്നത്തെ വിശുദ്ധി അടുത്ത കൊല്ലം ഉണ്ടാകുമോ? ശരിക്കും കാലത്തിനൊപ്പം വളരേണ്ടതല്ലേ വിശുദ്ധിയും ശക്തിയും ദൈവ ചൈതന്യവും. അടുത്ത കൊല്ലം ഒരു പക്ഷേ ഇതിനേക്കാൾ പണ്ടാരക്കുഴിയിലായിരിക്കും നിങ്ങൾ. ഇതിനേക്കാൾ പാപവും, ഇതിനേക്കാൾ തോന്നിവാസവും, ഇതിനേക്കാൾ ഭക്തിയും കുറവും, ഇതിനേക്കാൾ പരസ്നേഹം ഇല്ലായ്മയും അങ്ങനെയുള്ളൊരു അവസ്ഥ ആയിരിക്കും. പക്ഷെ ദൈവത്തിന് അത് ഇപ്പം അറിയാം. അതാ കുഴപ്പം. അപ്പം നിങ്ങൾ എന്ത് യേശുസ്തോത്രം പറഞ്ഞാലും ദൈവം ഏക്കാത്തതിൻ്റെ കാരണം അടുത്ത കൊല്ലം നിങ്ങൾ അതാത് ഇംഗിതത്തിനനുസരിച്ച് കൊണ്ട് അപ്പോഴപ്പോഴുള്ള ലാഭത്തിന് വേണ്ടി ദൈവത്തെ വിറ്റിട്ടുള്ള ആളായിരിക്കും. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ദൈവത്തെ വളരാൻ പറ്റത്തില്ല. ഇതിനോടനുബന്ധിച്ചുകൊണ്ട് വേറെ പല വചനങ്ങളുണ്ട്. സങ്കീർത്തനം 139:16. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഒരു രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ഇത് പറയണത് എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് അമ്മയുടെ ഉദരത്തിൽ രൂപം ലഭിക്കുന്നതിനെ കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ഒരു വിഷയത്തെക്കുറിച്ച് രൂപം കിട്ടത്തില്ല. ഇത്ര ആൾക്കാർ പറഞ്ഞില്ലേ ഒരു രൂപവും ഇല്ലാച്ചാന്ന് പറയത്തില്ലേ. അപ്പം നമുക്കൊരു വിഷയത്തെക്കുറിച്ച്, ഒരു തിന്മയെക്കുറിച്ച്, നമ്മൾ വീഴാൻ പോകുന്ന പാപത്തെക്കുറിച്ച് നമുക്കൊരു രൂപം കിട്ടണ മുമ്പ് തന്നെ നീ അതിൽ വീഴുമെന്ന് ദൈവത്തിന് അറിയാം. അതും ഒരു അപകടകരമാണ്. അത് ഈ ഉടമ്പടിയെ ശരിക്കും പിൻപിടുത്തം നടത്തണുണ്ട് ബാക്കിലേക്ക്. നീ ഇപ്പോഴീ കാര്യം കാണാൻ വേണ്ടി അഭ്യാസമൊക്കെ പറഞ്ഞാലും നിൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലാണ്, അപകടത്തിലാണ്. നീ നാളെ ദൈവത്തെ മറന്ന് ജീവിക്കും. അപ്പം അതുകൂടി, ആ പഴുതുകൂടി അടച്ചാൽ ഉടമ്പടി സ്പീഡപ്പാകും.
പരിശുദ്ധ അമ്മ മാതാവിനും തിരുകുമാരും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ, വരുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ. ഇത് എൻ്റെ അമ്മയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 നവംബർ 12-ാം തീയതിയാണ്. എനിക്ക് മാതാവിൻ്റെ വളരെ വലിയ അനുഗ്രഹങ്ങളാണ് ആദ്യമേ മുതൽ തന്നെ ലഭിച്ചു തുടങ്ങിയത്. ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആദ്യമായിട്ട് എൻ്റെ ചേട്ടൻ ഇപ്പം ഇല്ല. ചേട്ടൻ്റെ ഒരു കാറുണ്ടായിരുന്നു. കാറ് നമുക്ക് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഒരു 2-3 മാസത്തോളം കാലം ഫേസ്ബുക്കിലും OLXിലും അതിൻ്റെ പരസ്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടിൽ 1-2 പേര് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വേണ്ടത്ര വിചാരിച്ച എമൗണ്ടൊന്നും അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസം ജാനുവരി 8-ാം തീയതി കൃപാസനത്തിൽ വന്ന് അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് നിയോഗത്തിലും വച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിൽ പോയി ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി കാറിൽ 3 തവണയും ഇട്ടു. അതിനുശേഷം കൃത്യം പിറ്റേ ദിവസം തന്നെ മാതാവിൻ്റെ കൃപയാൽ ഒരാൾ വിളിച്ചു. നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിയും വില തന്ന് നമ്മളെ അനുഗ്രഹിച്ചു. അതിന് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. രണ്ടാമത്തെ അനുഗ്രഹം, എൻ്റെ ചേട്ടൻ പോയതിനു ശേഷം അമ്മ ജോലിക്ക് പോകാൻ പറ്റിയില്ല. 45 ദിവസം കൊണ്ട് അമ്മ വീട്ടിലിരിക്കുകയായിരുന്നു. അങ്ങനെ അമ്മയുടെ ജോലി നഷ്ടമായി. അതിനുശേഷം കൃപാസനത്തൊന്ന് പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് 3-ൻ്റെ അന്ന് തന്നെ അമ്മയ്ക്ക് 2 സ്ഥലങ്ങളിൽ ജോലി ലഭിക്കുകയുണ്ടായി. അത് പരിശുദ്ധ അമ്മ ദേവമാതാവിൻ്റെയും എൻ്റെ ഈശോ അപ്പൻ്റെയും ശക്തി കൊണ്ട് മാത്രമാണ്. അമ്മയുടെ വളരെ വലിയ കൃപ തന്നെ നമ്മുടെ കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ അനുഗ്രഹം, വീട്ടിൽ നിരന്തരം ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വീട്ടിൽ ഇഴജന്തുക്കളുടെ ശല്യം കൂടിക്കൂടി വരികയുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി വീടിന് ചുറ്റാകം ഇട്ടതിന് ശേഷം ഇപ്പോൾ ഒരു കുറച്ച് പോലും ഇഴജന്തുക്കൾ പോലും വീട്ടിൽ ഇപ്പോൾ വരുന്നില്ല. അത് അമ്മയുടെ മാത്രം കൃപ കൊണ്ടാണ്. എൻ്റെ അമ്മയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മ മാതാവിനും തിരുകുമാരാനും കോടാനുകോടി നന്ദി. അമ്മയ്ക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. ഞാൻ ബസ് കാത്ത് നിന്നപ്പോൾ, ജോലിക്ക് പോവാൻ നിന്നപ്പോൾ എന്നെ ഒരാട്ടോയിൽ ഒരമ്മയും ഒരു മോനും കൂടെ ഉണ്ടായിരുന്നു. അമ്മ തോളിലിട്ടയക്കുന്നു മോനെ. ഞാൻ അങ്ങനെ എന്നെ ആട്ടോയിൽ കയറാൻ പറഞ്ഞ് ഞാൻ കയറി. അത് ഇവിടെ 25-ാം തീയതി റാലിയിലെ 3-ൻ്റെ അന്നാണ്. ഞാൻ കയറി. എന്നെ വഴിയിൽ കൊണ്ടുവന്ന് ഇറക്കി, ഒരു പള്ളിയിലെ നടയെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ ഞാൻ ചോദിച്ച്, എന്നെ ഇവിടെ ഇറക്കണ എന്തിന്, എനിക്ക് എങ്ങും അറിഞ്ഞുകൂടാ. അപ്പോൾ പറഞ്ഞു, നീ ആരുടെയെങ്കിലും ചോദിര്. അപ്പോൾ ആ അമ്മ മോനെ തോളിൽ തന്നെ ഇട്ടേക്കണം, നൂത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ പേൽസിൽ നിന്ന് 20 രൂപ എടുത്ത് ഞാൻ ആട്ടോക്കാരന് കൊടുത്ത് വാങ്ങിച്ചില്ല. ഞാനങ്ങനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒരു പള്ളി. ആ പള്ളിയിൽ ഞാൻ കയറി ചെന്ന് അവിടെ തൂത്തൊക്കെ വാരിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിത്തി കുളിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കുളിച്ച്. എല്ലാം കാലത്താണ് കാണണം, വെള്ളിയാഴ്ച. കുളിച്ച് ഞാൻ ഇനി വീട്ടിൽ വന്ന് 25-ൻ്റെ അന്നല്ലേ റാലിക്ക് പോവാൻ. എൻ്റെ ഉടപ്പറന്ന് അവിടെ ജോലി ചെയ്യണം സെക്യൂരിറ്റി ആയിട്ട്. അങ്ങനെ ഒരു സാരി ആ മാനേജർ കൊടുത്തിട്ട് പറഞ്ഞ്, ഇത് നിൻ്റെ വീട്ടിൽ ഉടുക്കണവരൊക്കെ കൊണ്ടു എന്ന് പറഞ്ഞ് കൊണ്ടു തന്ന്. ആ സാരിയാണ് എൻ്റെ അമ്മേരെ സാരി, സിൽവർ കളർ സാരി. എനിക്ക് കൃപാസനത്തിൽ എനിക്ക് റാലിക്ക് പോവാൻ എനിക്ക് കൊടുത്തേച്ച സാരിയാണിത്. എൻ്റെ അമ്മേരെ സാരി കണ്ട, നീല തിരീര സാരി എൻ്റെ അമ്മ കൊടുത്തേച്ച്. ഞാൻ ആ സാരി കൊടുത്തോണ്ട് റാലിക്ക് പോയി ഇനി വന്നപ്പോൾ എൻ്റെ കാല് വയ്യ. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ ഇങ്ങനെ എന്നെ പരീക്ഷിക്കല്ലേ, എനിക്ക് ആരുടെയും പറയാനൊക്കില്ല. നീ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എല്ലാവരും വഴക്ക്. ഞാൻ പറഞ്ഞു, എന്നെ ആര് പറഞ്ഞാലും എനിക്ക് എൻ്റെ അമ്മയും തിരുക്കുമാരനും മാത്രമുണ്ട്, എനിക്ക് ആരും വേണ്ട, ഇതാണ് എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കാല് വയ്യ, തിരിയാനും വയ്യ, ഭയങ്കര വേദനയായിരുന്നു. മാത്ര കൊണ്ട് ഞാൻ തിരിഞ്ഞു കിടന്ന്. എൻ്റെ വേദന എങ്ങോട്ട് പോയാൽ എന്തോ എനിക്ക് അറിയാൻ വയ്യ.
അതങ്ങ് പോയി. പിന്നെ ഒരു സാക്ഷ്യം, ഞാൻ പച്ചത്തിരി കൊളുത്തി വെച്ച് സന്ധ്യ നേരത്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാതാവും യേശുവായിട്ട് വന്നു. ഞാൻ എൻ്റെ ഫോണിലുണ്ട്, മകൾ തീർത്ത് കാണിച്ചു കൊടു, ഫോണിലുണ്ട്. അത് രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം, ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ വിളക്ക് കത്തിച്ച് 12 മണി വരെ ഞാൻ അന്ന് ഉറങ്ങൂലായിരുന്നു ആദ്യമൊക്കെ. പിന്നെയൊക്കെ എൻ്റെ മോൻ മരിച്ചപ്പോൾ ഞാൻ എല്ലാം അങ്ങ് മറന്ന് ഞാൻ പ്രാർത്ഥിക്കാനും എനിക്കെന്ന് വന്നിരിക്കുമ്പോൾ ഒന്നും അറിഞ്ഞൂടാ, വെറും കരച്ചിൽ മാത്രം. എന്താണ് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ മാസം തോറും എനിക്ക് ഒരു ദിവസം തെറ്റാതെ എനിക്ക് വരണം, പത്രം വാങ്ങി എല്ലാവർക്കും കൊണ്ട് കൊടുക്കണം. എനിക്ക് ഞാൻ എല്ലാ മാസവും വരും. എൻ്റെ മോൻ മരിച്ചിട്ടാന്ന് 28 ദിവസമേ ഉള്ളു. എനിക്ക് റാലിക്ക് പോകണം. ഞാൻ പോയി. അപ്പോൾ എല്ലാവരും വഴക്ക് പറഞ്ഞ്, നിനക്ക് നിൻ്റെ മോനാ ഇതാ. എനിക്ക് എൻ്റെ ദൈവമാണ്, എനിക്ക് എൻ്റെ ദൈവമേ എനിക്ക് എപ്പോഴും കാണുള്ളൂ. മോൻ തിരിച്ചു വരില്ല. മോൻ പോയി. ഞാൻ മാസം തോറും ഞാൻ മുടങ്ങാതെ വന്ന് ഞാൻ എൻ്റെ അമ്മയെ കണ്ട് തിരുകുമാരനെയും കണ്ട് എൻ്റെ ഭാരങ്ങളെല്ലാം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ ഇറക്കി വച്ചിട്ട് ഞാൻ പോവും. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 12 മണി കഴിയും. ഞാൻ എൻ്റെ മെഴുതിരിയുടെ ഒരു ചെറിയ മിന്നൽ പ്രകാശം കണക്ക് വന്നു. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ മോൻ ഫോൺ വച്ചേക്കുവാണെന്ന് അവിടെ ചാർജ് ചെയ്യാൻ. അത് വലിയ വെട്ടം, അങ്ങ് വലിയ വെട്ടമായി, അമ്പിളി അമ്മാവൻ്റെ വെട്ടമായി എൻ്റെ മേശപ്പുറത്ത്. ഞാൻ അപ്പോൾ അത്ഭുതിച്ച് കിടക്കണം. അത് അത്ഭുതം തന്നെ. ഞാൻ നോക്കിക്കണ്ട് കിടന്നപ്പോൾ അതിനകത്ത് സ്വർണ്ണ ചിത്രശലഭം വന്ന് വലിയ വെട്ടമായിട്ട് വന്ന് മാഞ്ഞു പോയി. അങ്ങനെ എനിക്ക് ഒരുപാട് അനുഗ്രഹം. നീ പേടിക്കണ്ട, നിനക്ക് എല്ലാം ദൈവം തരും, നിന്നെ എല്ലാ ആവശ്യവും ഞാൻ നടത്തി തരും. എൻ്റെ അമ്മ ദർശനത്തിൽ വന്ന് പറഞ്ഞ്, നീ പേടിക്കേ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്നെ കാനായിലെ കല്യാണം പോലെ ഞാൻ ആക്കും നിന്നെ. എൻ്റെ അമ്മ പറഞ്ഞു. എൻ്റെ തിരുകുമാരനും എൻ്റെ അമ്മയ്ക്കും കോടി ഞാൻ ആദ്യമായിട്ടാണ് വഴി കെടുക്കണത്. എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അമ്മ എനിക്ക് മരിച്ചായിരുന്നു, എനിക്കൊരു ജോലിയില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയെ എൻ്റെ മോനും പോയി, എനിക്കൊരു ജോലിയില്ല. എൻ്റെ അമ്മ 45 കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മ എനിക്ക് ഒരു ജോലിക്ക് 2 ജോലി എനിക്ക് തന്നു. അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ മരണം വരെ ഞാൻ നിത്യതയിലും ഞാൻ വിശുദ്ധിയിലും ഞാൻ ജീവിക്കും. പ്രതിഷ്ഠിത പ്രവർത്തനങ്ങൾ ഞാനും അമ്മയും പത്രം വായിച്ച് ബസ് സ്റ്റാൻഡിൽ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡിലും എല്ലാ വീടുകളിലും കയറി കൃപാസന പത്രം വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കൊടുക്കാറുള്ളത്. ഓരോ പത്രം എടുത്ത് നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാ മാസവും മുടങ്ങാതെ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ചാരിറ്റിയിൽ ചെന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ മാതാവിൻ്റെ നാമത്തിൽ കൊടുക്കാറുണ്ട്. ശുശ്രൂഷയും നമ്മൾ അവിടെ ചെയ്യാറുണ്ട്. പരിശുദ്ധ അമ്മ ദേവമാതാവിൻ്റെയും തിരുകുമാരൻ്റെ പേരിലാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ സ്ഥിരം ജോലിക്ക് പോകുന്ന വഴികളിൽ നിർധനരായ വയസ്സായ ആൾക്കാരെ കാണുന്നുണ്ട്. അവർക്ക് ഒരു നേരത്തെ ആഹാരം എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് കഴിയാവുന്നത്ര സഹായങ്ങൾ നമ്മളെല്ലാവർക്കും ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം സഹായിച്ച പരിശുദ്ധ അമ്മ ദേവമാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35-ാം അധ്യായം 10-ാം തിരുവചനം. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപനത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും. അവർ സന്തോഷിച്ചുല്ലസിക്കും. ദുഃഖവും നെടുവീർപ്പും അകന്നു പോവുകയും ചെയ്യും. രതികുമാരി എന്ന അമ്മയും ഉണ്ണികൃഷ്ണൻ എന്നവരുടെ മകനും പ്രത്യക്ഷീകരണ സാക്ഷികളായി പരിശുദ്ധ അമ്മയുടെ ഈ കൃപാസനാൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നത്, അവരുടെ ജീവിത ദുഃഖത്തിൻ്റെ സമയത്ത് മകൻ നഷ്ടപ്പെട്ടതിലുണ്ടായ ഒരു വലിയ ദുഃഖത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി പുതുക്കി അവർ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ ഈശോ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത വലിയ അത്ഭുതങ്ങളുടെ കണക്കുകളാണ് അവർ സ്ഥിരീകരണ സമയത്ത് ഒരുപാട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ്, അവർക്ക് യാതൊരു വഴിയുമില്ലാതിരുന്നു. അവരുടെ മരണപ്പെട്ട മകൻ്റെ പേരിലുണ്ടായിരുന്ന ഒരു കാറ് വിൽക്കുന്നതിനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ നിന്ന് ഉടമ്പടി പുതുക്കി പോയതിൻ്റെ 3-ാം ദിവസം അവർ ഇവിടെ നിന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുക്കൾ വിശുദ്ധ ഉപ്പിട്ട് അവർ പ്രാർത്ഥിച്ചു. വളരെ പെട്ടെന്നായിരുന്നു ആ കാർ അവർ വിചാരിച്ചതിലും
വളരെ മനോഹരമായി വളരെ പെട്ടെന്ന് അത് വിറ്റുപോകാനായിട്ട് സാധിച്ചു എന്ന് ഈ മക്കളിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ എത്ര തന്നെ ഭാരപ്പെട്ട കാര്യങ്ങളായാലും ജീവിതഭാരം ചുരുക്കുന്ന, ജീവിതഭാരം ലഘൂകരിച്ച് തരുന്ന ഒരു വലിയ ഈശോയുടെ ഇടപെടൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഒരു വലിയ വിഷമസന്ധിയിൽ നിന്ന് അവരെ മോചിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആ മകൻ്റെ വേർപാടിൽ അമ്മയുടെ ജോലി നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ വളരെ സങ്കടത്തിലായിരുന്നു. 45 ദിവസത്തിന് ശേഷം വളരെ പെട്ടെന്ന് അമ്മയ്ക്ക് മറ്റൊരു ജോലി നൽകി പരിശുദ്ധ അമ്മ അവരെ മാധ്യസ്ഥം ഉപേക്ഷിച്ച് ഈശോ അവരെ അനുഗ്രഹിച്ചു. അതിനവർ ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. അവരുടെ വീടിന് ചുറ്റുമുണ്ടായിരുന്ന ഇഴജന്തുക്കളുടെ ശല്യത്തിൽ നിന്നെല്ലാം പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കളെല്ലാം അവിടെ കൊണ്ടിട്ട് അവർ പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി വീടിന് ചുറ്റും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് വരെയും അതിനുശേഷം ഇഴജന്തുക്കളുടെ ഒരു ഉപദ്രവവും അവരെ തീണ്ടിയിട്ടില്ല എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. സഞ്ചാരി മാതാവ് അവരുടെ കുടുംബത്തിലും അവരുടെ യാത്രയിലും അവരുടെ അമ്മയുടെ സാമീപ്യം അറിയിച്ചുകൊണ്ടെല്ലാം അവരോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ അടയാളങ്ങളാണ്. ഒരു സഹോദരി പള്ളിയിലെ മാനേജറിൽ നിന്ന് അവർക്ക് കൊടുത്തുവിട്ട അമ്മ ഇന്ന് അൽത്താരയിൽ ധരിച്ചു വന്നിരിക്കുന്ന ഈ സാരി ഒരു അടയാളമായി ആ സാരി ഉടുത്തുകൊണ്ട് തന്നെ അവർക്ക് മുഴുവനും ജപമാല റാലിയിൽ പങ്കെടുക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ടായി. അതൊരടയാളമായിരുന്നു. വളരെ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന അമ്മയുടെ കാലുവേദനയിൽ നിന്നുള്ള ഒരു സൗഖ്യമാണ്, സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് അമ്മ അവിടെ അടയാളപ്പെടുത്തിയത്. അതുപോലെ തന്നെ തിരിയിൽ ഒരു തിരി കത്തുന്നതിൻ്റെ ഒരു ആവറേജ് വലിപ്പം നമുക്കറിയാം. പക്ഷേ അതിൽ അവരത് കാണിച്ചു തന്നത് ഒരു വലിയ ഒരു വട്ടത്തിലാണ്. ആ തിരുനാളം ഒരു അത്ഭുത പ്രതിഭാസം എന്നോണം അവരുടെ വീട്ടിൽ കത്തി നിൽക്കുന്ന ഒരു തിരി അവർ കാണിക്കുകയുണ്ടായി. അങ്ങനെ ഇതെല്ലാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിൻ്റെ സാമീപ്യത്തിൻ്റെ അടയാളങ്ങളാണ്. അവരുടെ ജീവിതത്തിലുടനീളം ഇനി അവർക്ക് യേശുവാണ് അവരുടെ രക്ഷകനും നാഥനുമെന്ന് അവരെപ്പോഴും ഏറ്റുപറയുകയാണ്. അവരുടെ പത്രം കൊടുക്കുമ്പോഴും ഈശോയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈശോ നാഥനാണ്, രക്ഷകനാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് അവരുടെ വിശ്വാസ ജീവിതം അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഈശോയോടും അമ്മ മാതാവിനോട് 1000 കോടി നന്ദി പറയുകയാണ്. എൻ്റെ പേര് അപർണ, ഇതെൻ്റെ അമ്മ സുജ, ഇതെൻ്റെ ചേച്ചി അഞ്ജലി, ഇതെൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, പിന്നെ പിള്ളേർ. ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് ആദ്യം ഞങ്ങൾ പാറേപ്പള്ളിയിൽ വന്നിട്ട് ഞങ്ങൾ പത്രമാണ് ആദ്യം കാണുന്നത്. അപ്പോൾ അങ്ങനെ പത്രം വായിച്ചപ്പോഴത്തേക്കിനും അമ്മ പറഞ്ഞു നമുക്ക് നാളെ രാവിലെ ഉടമ്പടി എടുക്കാൻ പോകാം, അല്ലെങ്കിൽ നമുക്ക് പള്ളി വരെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അമ്മേ പോകാം. അപ്പം ലാസ്റ്റത്തെ ചോയ്സായിരുന്നു ഞങ്ങൾക്കത്. കാരണം ഞങ്ങൾ ഭവനമില്ലാതെ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലായിരുന്നു. ഒത്തിരി അനേകം സഹനങ്ങളും ഒക്കെ ഞങ്ങൾ പ്രതിസന്ധികൾ നേരിട്ടതാണ്. ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. അപ്പം അമ്മ ഒത്തിരി അധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് തന്നെ വന്നപ്പോഴത്തേക്കിനും ഞങ്ങൾ ലാസ്റ്റായിരുന്നു എൻ്റെ അമ്മ മാതാവിനെ കാണാൻ വേണ്ടി ഇവിടെ വന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു. അന്ന് തന്നെ 2022 ഉടമ്പടി എടുത്തു. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് മഠത്തിലെ സിസ്റ്റേഴ്സ് പറഞ്ഞു ഞങ്ങൾക്കൊരു ഭവനം നൽകാമെന്ന്. അപ്പോൾ ഒത്തിരി അധികം നന്ദി ഞാൻ അമ്മ മാതാവിനോട് പറയുകയാണ്. 12 വർഷത്തോളം ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ഒരു ഭവനം നൽകിയത്. അതൊത്തിരി അധികം ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ അമ്മയോട്. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയം, ഡെലിവറി സമയം ഓപ്പറേഷനും ഒക്കെ പറഞ്ഞതാണ് എന്നോട്. അപ്പോൾ എനിക്ക് വേദനയില്ലാതെ പ്രസവിക്കണം എന്നതായിരുന്നു എൻ്റെ വലിയൊരാഗ്രഹം. അത് ഞാൻ അഡ്മിറ്റ് ചെയ്തു. ലേബർ റൂമിൽ ചെന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ വേദന എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല. 7:46 പറഞ്ഞു കുഞ്ഞിന് ശ്വാസം മുട്ടും. അപർണ ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് വേദന ഞാൻ അറിയുന്നില്ല, ഞാൻ എന്ന് ചെയ്യുന്നത്. ഏറ്റവും അവസാനം ഞാൻ മാതാവിയെന്ന് വിളിച്ചതേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിന് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയാണ്. ഞാൻ ഈ സമയം വരെ എനിക്കത് ഭയങ്കരമായിട്ടൊരു അനുഗ്രഹമാണ്. വേദനയില്ലാതെ ഇപ്പോഴും എനിക്കറിയത്തില്ല അതെങ്ങനെ സംഭവിച്ചു. എൻ്റെ അമ്മ മാതാവിൻ്റെ കാരുണ്യത്തിന് എനിക്ക് ഒത്തിരി അധികം നന്ദിയുണ്ട്. പിന്നെ ഡിസ്ചാർജ് ചെയ്തതിൻ്റെ രാവിലെ കുഞ്ഞിന് മഞ്ഞ കളർ കൂടി. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യില്ല, നേഴ്സറി വെക്കണമെന്ന് പറഞ്ഞു. എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണാനും ഒന്നും പറ്റുകയില്ല. അപ്പം ഞാൻ ഒത്തിരി അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, അമ്മ ഒന്ന് പ്രാർത്ഥിക്കുക. അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം എൻ്റെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ പുരട്ടി
കൃത്യം 2 മണിയായപ്പോൾ ഞങ്ങൾ ആ നേഴ്സറി ചെന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ മിഷൻ വെച്ച് നോക്കിയപ്പോൾ കുഞ്ഞിന് മഞ്ഞ കളറില്ല. എൻ്റെ കുഞ്ഞിന് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയും ഒക്കെ നൽകിയതിനൊക്കെ ഓർത്ത് ഞാൻ നന്ദി പറയാണ്. പിന്നെ കുഞ്ഞിന് 1.5 വയസ്സായപ്പോഴത്തേക്കിനും ശ്വാസം മുട്ടൽ കൂടി ഞാൻ രാവിലെ പാമ്പാടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ അഡ്മിറ്റ് ചെയ്യണ്ട. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെയ്തേ പറ്റൂ. അപ്പം ഈ വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ പോകും, വീട്ടിലെങ്ങനെ പോകും, ഇവിടെ നിന്നുള്ള മരുന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാനും കുഞ്ഞും ഒരു ഫോണും മാത്രം. അപ്പം ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേനെ വിളിച്ച് വരുത്തിയിരുത്തിയപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് മരിയൻ ഉടമ്പടി പത്രവും ഉപ്പും കൊന്തയും എടുത്തുകൊണ്ട് ചെന്നിട്ട് ഞാൻ 3 മണി തൊട്ട് രാവിലെ അച്ഛൻ്റെ പ്രസംഗവും കേട്ട് പ്രാർത്ഥനയും കേട്ട് വൈകിട്ട് മരിയൻ ഉടമ്പടി സായാഹ്ന പ്രാർത്ഥനയും കേട്ട് എനിക്ക് അപ്പോൾ കിട്ടിയൊരു ധൈര്യത്തിൽ ഞാൻ നേഴ്സുമാരോട് പറഞ്ഞു സിസ്റ്ററെ എനിക്ക് ഡിസ്ചാർജ് ചെയ്യണം, എൻ്റെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യണം. അപ്പോൾ പനിയൊക്കെ കൂടി നിൽക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒന്നും അറിയണ്ട, ഡിസ്ചാർജ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും ആ സിസ്റ്റർ പറഞ്ഞു ഡോക്ടറോട് വിളിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ എഴുതിപ്പിച്ചു ഈ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഉത്തരവാദികളല്ല, ഹോസ്പിറ്റലുകാർക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല, സ്വന്തം അമ്മയുടെ പ്രകാരം കുഞ്ഞിനെ കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ കൊണ്ടുപോയി വൈകിട്ട് പ്രാർത്ഥിച്ചു. വൈകിട്ട് പ്രാർത്ഥന എല്ലാം കേട്ടു, അച്ഛൻ്റെ പ്രസംഗമെല്ലാം ഞാൻ രാത്രിയിലെല്ലാം കേട്ടു. എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനെ തൊട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ കുട്ടികളുടെ ആശുപത്രി ESAയിൽ ഞാൻ കോട്ടയത്ത് കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടറെ കുഞ്ഞിന് ശ്വാസം മുട്ടൽ കൂടുതലാണ്. അപ്പോൾ ഡോക്ടർ നോക്കിപ്പോയി യാതൊരുവിധ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഡോക്ടറെ കുഞ്ഞിന് ശ്വാസം മുട്ടലെല്ലാം കൂടി അണുക്കളെല്ലാം കൂടി അഡ്മിറ്റ് ചെയ്തതാണ്, അഡ്മിറ്റ് ചെയ്തതിൻ്റെ ഡിസ്ചാർജ് ചെയ്തതിൻ്റെ ഞാൻ കാണിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇതെന്താ. അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു. കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്ത് ഞാനാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ 2 ഡോക്ടർമാർ വേറെ എക്സ്ട്രാ വന്നിട്ട് കുഞ്ഞിനെ നോക്കിയപ്പോൾ കുഞ്ഞിനെ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിനും പറഞ്ഞു യാതൊരുവിധ കുഴപ്പവും എൻ്റെ കുഞ്ഞിനില്ല, അവൾ ആരോഗ്യവതിയാണെന്ന് പറഞ്ഞു. ശ്വാസം മുട്ടലില്ല. ഇന്നലെ മിനിഞ്ഞാന്നും ഇതുപോലെ ശ്വാസം മുട്ടൽ കൂടിയായിരുന്നു ഞങ്ങൾ ആശുപത്രിയിൽ പോയത്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ കുഞ്ഞിന് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ എൻ്റെ അമ്മ മാതാവ് ഒത്തിരി അധികം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയ കുഞ്ഞാണ് ഈ കുഞ്ഞ്. മാതാവിന് ഇവിടെ വന്ന് കിട്ടിയ കുഞ്ഞാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മ മാതാവിനെ ഏൽപ്പിച്ചായിരുന്നു. അത് തൊട്ട് ഈ സമയം വരെ എൻ്റെ കൊച്ചിന് യാതൊരുവിധ പ്രശ്നവും ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനടുത്ത് ഞാൻ എൻ്റെ ഈശോയോടും അമ്മ മാതാവിനോടും നന്ദി പറയുകയാണ്. എൻ്റെ പേര് അഞ്ജലി. അമ്മ മാതാവിനും ദൈവത്തിരുകുമാരനും 1000 നന്ദി പറയുന്നു. എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് അവർ ടെസ്റ്റൊക്കെ നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു സെർവിക് ക്യാൻസറിൻ്റെ ആയിരിക്കും, അല്ലാതെ ഒന്നുമില്ല. ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവണമെങ്കിൽ അത് സെർവിക് ക്യാൻസറിൻ്റെ തന്നെയായിരിക്കും. ഞാൻ അവിടുന്ന് പാലാ ഹോസ്പിറ്റലിൽ വന്നു. ടെസ്റ്റ് നടത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടർ ഇത് തന്നെ പറഞ്ഞു, സെർവിക് ക്യാൻസറിൻ്റെ അല്ലാതെ ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവാൻ ഒരു കാരണവുമില്ല. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു നമുക്ക് ക്യാൻസറിൻ്റെ ടെസ്റ്റ് ആദ്യം നടത്തി നോക്കാമെന്ന് പറഞ്ഞു. ക്യാൻസറിൻ്റെ ടെസ്റ്റ് നടത്തി 15 ദിവസം കഴിഞ്ഞിട്ടേ റിസൾട്ട് വരത്തുള്ളൂ. ഞാനപ്പോൾ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയും ഉപ്പ് കഴിക്കുകയും തൈലം പുരട്ടുകയൊക്കെ ചെയ്തു. 15 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നു. അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ക്യാൻസർ ഇല്ല എന്നുള്ളതാണ് റിസൾട്ട് വന്നപ്പോഴത്തേക്കിനും. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിന് കഴലവീക്കം വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് ഡോക്ടർ പറഞ്ഞു കഴലവീക്കമാണ് കുഞ്ഞിനുള്ളത്. ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ ഇൻഫെക്ഷൻ എല്ലാ ശരീരത്തിൽ കൂടുതലാണ്, ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതൊക്കെ വരുള്ളൂ, അല്ലാതെ വേറൊരു അസുഖത്തിനും കഴലവീക്കം വരാറില്ല എന്ന് പറഞ്ഞു. ടെസ്റ്റുകൾ നടത്തിയിട്ട് അവിടുത്തെ ഡോക്ടർമാർക്കൊന്നും തന്നെ മനസ്സിലായില്ല. കോട്ടയം ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞു വിട്ടു. അവിടെ ടെസ്റ്റ് നടത്തിയപ്പോൾ പറഞ്ഞു അവർക്ക് സംശയം ക്യാൻസറിൻ്റെ സെല്ലുകൾ കുഞ്ഞിൻ്റെ ശരീരത്തുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് അവർ പറഞ്ഞു നിങ്ങൾ RCCയിലോട്ട് പൊക്കോ. RCC ചെന്ന് ടെസ്റ്റ് നടത്തിയിട്ട് നമുക്ക് നോക്കാം എന്താണ് കുഞ്ഞിനുള്ളതെന്ന്. RCC ചെന്നു. ഫസ്റ്റ് ടെസ്റ്റ് നടത്തിയപ്പോൾ അവർ പറഞ്ഞു 15% കുഞ്ഞിൻ്റെ ശരീരത്ത് ക്യാൻസറിൻ്റെ സെല്ലുകളുണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ബോൺമാരോ ടെസ്റ്റ് നടത്തണം. ബോൺമാരോ ടെസ്റ്റ് നടത്താൻ വേണ്ടി ചെന്നു. ബോൺമാരോ ടെസ്റ്റ് നടത്താൻ കയറി കിടന്നു. ബോൺമാരോ ടെസ്റ്റ് നടത്താൻ വേണ്ടി ചെന്ന് ഫസ്റ്റ് അന്ന് ഒരു റിസൾട്ട് വരുമോയെന്നൊന്നും എനിക്കറിയില്ല. അന്ന് നമ്മൾ ടെസ്റ്റ് നടത്തുന്നതല്ലേ ഉള്ളൂ, എനിക്കറിയത്തില്ല അന്നൊരു റിസൾട്ട് കിട്ടുമോ എന്ന്. പക്ഷെ ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു. കുഞ്ഞിന് ഉപ്പ് കഴിക്കാൻ കൊടുക്കുകയും തൈലം പുരട്ടുകയൊക്കെ ചെയ്തു. അന്ന് വൈകുന്നേരം ഡോക്ടർ പറഞ്ഞു 3 മണിയാകുമ്പോഴത്തേനും ഡോക്ടറിനെ കാണാൻ വരണമെന്ന് പറഞ്ഞു. ഡോക്ടറിനെ കാണാനായിട്ട് റൂമിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ച സെല്ലുകൾ അത് ക്യാൻസറിൻ്റെ സെല്ലുകളല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ബയോപ്സി വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ബയോപ്സി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. കുറേ ടെസ്റ്റുകൾ ആദ്യത്തെ ടെസ്റ്റ് നടത്തിയപ്പോൾ ക്യാൻസറിൻ്റെ സെല്ലുകളല്ലെന്ന് പറഞ്ഞ് കുറേ ടെസ്റ്റുകൾ ഡോക്ടർമാർ തന്നെ വേണ്ടാന്ന് വെച്ചു. ബയോപ്സി വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. അതിനിടയ്ക്ക് കുഞ്ഞ് പറയുന്നുണ്ട് ബോൺമാരോ ടെസ്റ്റ് നടത്താൻ
അവനെ മയക്കി കിടത്തിയിട്ടാണല്ലോ ബോൺമാരോ ടെസ്റ്റ് നടത്താൻ വേണ്ടി കയറി ചെന്നു. ഇപ്പം പിറ്റേ ദിവസം റൂമിൽ വന്നിട്ട് മാതാവിൻ്റെ രൂപം കണ്ടപ്പോഴത്തേക്കും പറഞ്ഞ് ഈ അമ്മയാണ് എന്നെ കുത്തിയത്, അമ്മ എന്തിനാ എന്നെ കുത്തിയത്, അമ്മ അടി കൊള്ളൂന്ന് പറഞ്ഞു. അപ്പം ഇവൻ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാൻ നോക്കിയപ്പോൾ അവൻ ഫോട്ടോ നോക്കിയാൽ സംസാരിക്കുന്നത്. അമ്മയെ യേശുവാണ് എന്നെ കുത്തിയത്, യേശുവാണ് എന്നെ എടുത്തുകൊണ്ട് വന്ന് കട്ടിലേക്ക് കിടത്തിയതെന്ന് പറഞ്ഞു. എപ്പോൾ അമ്മ മാതാവിൻ്റെ ഫോട്ടോ കണ്ടാലും അവൻ പറയും അമ്മ എന്നെ കുത്തിയത്, അമ്മ മാതാവാണ് എന്നെ കുത്തിയെന്ന് പറയും. ഇപ്പോഴും ഞങ്ങൾ ചോദിച്ചു, ഇപ്പോൾ പറഞ്ഞു ഈ ഫോട്ടോ ചൂണ്ടിക്കാണിച്ചിട്ട് അവൻ പറഞ്ഞു അമ്മയാണ് എന്നെ കുത്തിയതെന്ന് പറഞ്ഞു. എവിടെയാണ് കുത്തിയെന്ന് ചോദിക്കുമ്പോൾ പറയും അവൻ്റെ ബോൺമാരോ ടെസ്റ്റ് നടത്തുന്ന നട്ടലിൻ്റെ എവിടെയാണ് കുത്തിയെന്ന് അവൻ കാണിച്ചു തരും. അത് കഴിഞ്ഞ് ബയോപ്സി വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കൊച്ചിന് ക്യാൻസറിൻ്റെ സെല്ലുകളൊന്നുമില്ല. അപ്പോൾ കോട്ടയത്തെ ഹോസ്പിറ്റലിൽ നിന്ന് എന്താണ് അങ്ങനെ പറഞ്ഞത്, അവർ ടെസ്റ്റ് നടത്തിയപ്പോൾ പറഞ്ഞു കുഞ്ഞിന് അങ്ങനെ ക്യാൻസറിൻ്റെ സെല്ലുകൾ തന്നെയാണെന്ന് പറഞ്ഞു. ആ ബ്ലഡ് ഒന്നും കൂടെ വന്ന് നിങ്ങൾ ഇവിടെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ കോട്ടയം ഹോസ്പിറ്റലിൽ വന്നിട്ട് അതിൻ്റെ സ്ലൈഡ് മേടിച്ച് RCCയിൽ കൊണ്ടു നടത്തി. അവർക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അണുക്കൾ പോലും കൊച്ചിൻ്റെ ശരീരത്തില്ല. അന്ന് പക്ഷെ കോട്ടയംകാർ കണ്ടുപിടിച്ചപ്പോൾ അതിനകത്ത് അണുക്കളുണ്ട് ആ ബ്ലഡിനകത്ത്. RCCക്കാർ ടെസ്റ്റ് നടത്തിയപ്പോൾ അങ്ങനെ ഒരു അണുക്കൾ എൻ്റെ കൊച്ചിൻ്റെ ശരീരത്തില്ല. ഡോക്ടർമാർക്ക് തന്നെ കൺഫ്യൂഷനായിപ്പോയി. അവർ ക്യാൻസറിൻ്റെ മരുന്ന് കൊച്ചിന് സ്റ്റാർട്ട് വരെ ചെയ്തു, എന്നിട്ട് അത് നിർത്തി. ലാസ്റ്റ് പറഞ്ഞ വൈറൽ ഇൻഫെക്ഷൻ്റെ ആണ്. കൊച്ചിന് കഴലവീക്കങ്ങളൊക്കെ കുറവുണ്ട്. പക്ഷേ മാതാവ് ഇത്ര അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നാൽ മാതാവും ദേവകുമാരനും നമ്മളെ അനുഗ്രഹിച്ചതിന് 1000 ഒരു കോടി നന്ദി പറയുന്നു. അമ്മയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യ പ്രവൃത്തിയിൽ നിന്ന് ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളെ കാണുകയും പത്രം കൊടുക്കുകയും എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ എക്സ്റേ എടുക്കാൻ ECGക്കും ബ്ലഡ് ടെസ്റ്റിനും മരുന്നിനും ഒക്കെ കാശ് കൊടുക്കും. പിന്നെ ചോറ് പൊതി കൊടുക്കാറുണ്ട്. എല്ലാ മാസവും മുടങ്ങാതെ ഇവിടെ വന്ന് പത്രം മേടിക്കുകയും സ്റ്റാൻഡുകളിലും പള്ളികളിലും ഹോസ്പിറ്റലുകളിലും കൊടുക്കാനുണ്ട്. ഞങ്ങളെ അമ്മാതാവ് ഒരുപാട് അനുഗ്രഹിച്ച് 1000 നന്ദി ഞാൻ പറയുന്നു. പിന്നെ അച്ഛൻ്റെ ടോക്കുകൾ ഞാൻ കേൾക്കും, ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടും, സാക്ഷികൾ കേൾക്കും, ഷെയർ ചെയ്യും. നന്ദി ഞാൻ പറയും. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. സങ്കീർത്തനം 32:7 ദൈവം ഒരു ആശ്രയമാണ്. നമ്മൾ വിശ്വസിച്ച് ആശ്രയിക്കുന്ന ഒരു മക്കളെയും ദൈവം കൈവിടില്ല. നമ്മുടെ സുരക്ഷ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഷ്ടതകളുടെ നിമിഷങ്ങളിലും നമ്മളെ കൈപിടിച്ച് താങ്ങി നിർത്തുന്നത് നമ്മുടെ ദൈവമാണ്. അവിടുന്ന് മാത്രമാണ് നമ്മുടെ അഭയസങ്കേതമാണെന്നാണ് സുജമ്മയും കുടുംബവും നമ്മുടെ സമീപത്ത് നിന്ന് ഇപ്പോൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ എപ്പോഴും കൂടെയുണ്ട്. അവരെ കൈവിടാതെ പിടിച്ചു നിർത്തുന്ന ഒരു വലിയ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. 12 വർഷമായിട്ട് ഭവനമില്ലാതെ വളരെ ബുദ്ധിമുട്ടിയ ഒരു കുടുംബമാണ് ഈ അമ്മയും 3 മക്കളും. വളരെ ബുദ്ധിമുട്ടി ആ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പോലും ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞ നിമിഷവും ആ സമയത്താണ് ഇവർക്ക് അപ്രത്യക്ഷമായി ഒരു കൃപാസനം പത്രം കിട്ടുകയും ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് ഫലമായിട്ട് പിന്നീട് അവിടെ അടുത്തുള്ള ഒരു മഠത്തിൽ നിന്ന് തന്നെ ഈശോയും അമ്മയെ ഇടപെട്ട് ഇവർക്കൊരു നല്ലൊരു ഭവനം കൊടുക്കുകയായിരുന്നു. പിന്നീട് ഈ മക്കൾ പ്രാർത്ഥിച്ചത് സേഫ് ഡെലിവറി ആയിരുന്നു. അതും ഈശോയും അമ്മയും കനിഞ്ഞരുകി ഇവിടെ അനുഗ്രഹിച്ചു. മക്കൾക്കുണ്ടായിരുന്ന രോഗസൗഖ്യങ്ങൾ, കൊച്ചുമകൻ ജനിച്ചപ്പോഴുണ്ടായിരുന്ന മഞ്ഞ കളറും പിന്നീടുണ്ടായിരുന്ന ശ്വാസം മുട്ടലെന്ന രോഗവും ഇവർ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് ഇവർ കൂടുതലും പ്രതീക്ഷയർപ്പിച്ച് പ്രാർത്ഥിച്ചത്. പിന്നീട് രണ്ടാമത്തെ മകന് സെർവി ക്യാൻസർ ഉണ്ടെന്നും പറഞ്ഞു ഉള്ളൊരു റിസൾട്ടോ ഒരു പേടിപ്പിക്കുന്ന ഒരു ഭയാനകമായ ഒരു നിമിഷങ്ങളിലൂടെ കടന്നു പോയപ്പോൾ 15% സെല്ലുണ്ടെന്ന് പറഞ്ഞപ്പോഴും ഒരു വിശ്വാസം കൈവിടാതെ പ്രാർത്ഥിച്ചു. ഉടമ്പടിയിലാണെന്നുള്ള വിശ്വാസവും ഈ അമ്മ പറഞ്ഞു കൊടുത്ത വിശ്വാസത്തിൻ്റെ ഈ മക്കൾ ഉറച്ചു വിശ്വസിച്ചു. അമ്മയും മക്കളും കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ കുഞ്ഞു മകൻ പോലും പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഈ അമ്മയാണ് എന്നെ വന്ന് കുത്തിയതെന്നാണ് പറഞ്ഞത്. ആ കുഞ്ഞു മകന് പോലും ആ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. ഈ കൊച്ചുമകൻ പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയെ ചൂണ്ടിക്കാട്ടിയാണ് എന്നോട് പറഞ്ഞത്, ഈ അമ്മയാണ് എന്നെ വന്ന്
കുത്തിയതെന്ന്. ആ അമ്മ എടുത്ത ബോൺമാരോയുടെ ടെസ്റ്റാണ്. ഒരു കുഴപ്പവുമില്ല, ക്യാൻസർ രോഗമല്ല എന്നുള്ള റിപ്പോർട്ടുമായിട്ട് ഈ മക്കൾ ഇന്നിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയും അമ്മയും കൂടെ നിൽക്കുമ്പോൾ നല്ലൊരു ദൈവപരിപാലനയുടെയും കരുതലിൻ്റെയും ഒരു ഉറപ്പാണ് നമുക്കുള്ളത്. ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരേ ഒരു ആശ്രയം ഈശോയും നമ്മളെ സംരക്ഷിക്കുന്ന കൃപാസനം അമ്മയുമാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു മക്കളെയും അമ്മ വെറും കൈയോടെ വിടാറില്ല. ആ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കുന്ന ഓരോ മക്കളും ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും കരുതലും സ്നേഹവും മനസ്സിലാക്കുന്ന ഓരോ സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ കേൾക്കുന്നത്. പരിശുദ്ധ അമ്മ നമ്മെ രക്ഷകനായ ഈശോയിലേക്ക് നയിക്കുകയാണ്. സാക്ഷ്യവും അതുപോലെ തന്നെയാണ്. നമ്മുടെ കണ്ണുനീരിൻ്റെ നിമിഷങ്ങളിൽ കൃപാസനത്തിൽ വന്ന് നമുക്കും ഭക്തിയോടെ വിശ്വാസത്തോടെ നമ്മുടെ അഭയസങ്കേതമായ ഈശോയിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെയും അമ്മയുടെയും കരം പിടിച്ച് ഉടമ്പടി ജീവിതം ഭക്തിയോടെ വിശ്വസ്തയോടെ കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. സുജമയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.